കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ നമ്മുടെ പരിസര അയൽവാസികൾ എന്ന് പറയാം, നമ്മളെ പോലത്തെ ഒരു കുടുംബമായി ജീവിക്കുന്ന നല്ല ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച ഒരു വ്യക്തി അബ്ദുറഹീം എന്ന ആള് മരണപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായ വ്യക്തിക്ക് പടച്ചവനെ ലഅനത്താകപ്പെട്ട ഫിർഔന്, നമ്രൂദ് അവരൊക്കെ നീ നശിപ്പിച്ചതുപോലെ ആ നിയോഗത്തിനെ നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ എന്ന് മാത്രമാണ് നമുക്ക് ദ്വാരക്കാനുള്ളത്. നമ്മുടെ സർക്കാരുകൾ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ എന്തെങ്കിലും ചെയ്ത് കുറച്ചു കാലം ജയിലിലൊക്കെ താമസിപ്പിച്ച് പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. അതല്ല നമുക്ക് വേണ്ടത്. എന്നെന്നും അവർ ജീവിതത്തിൽ പഠിക്കപ്പെടേണ്ട വലിയ ഒരു അദാബ് അല്ലാഹു കൊടുക്കണമെന്നാണ് നമ്മളൊക്കെ ദ്വാരക്കേണ്ടത്. കാരണം ഇന്ന് രാവിലെ പാവപ്പെട്ട ഞാനും അതുപോലെ നമ്മളെ മുസ്ലിം കോർഡിനേഷൻ എന്ന് പറയുന്ന നമ്മളെ കമ്മിറ്റിക്കാരൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചൊല്ലുകയും സുബ്ഹാനല്ലാഹ്, 2 കുട്ടികളെ കാണുമ്പോൾ മടപ്പിന്റെ ചുവപ്പ് മാറാത്ത ആ പിഞ്ചോമന മക്കളെ കാണുമ്പോൾ നമ്മളെ കൽബുകൾ പൊട്ടിപ്പോയി. ഒരു ഭാഗത്ത് പ്രായമുള്ള ബാപ്പ, ഒരു ഭാഗത്ത് ഉമ്മ. സുബ്ഹാനല്ലാഹ്, കുടുംബത്തിന്റെ സന്തകടം, ആ കുടുംബത്തിന്റെ ദുഃഖം എന്തുണ്ടാവും? മുഅ്മിനീങ്ങളെ കാര്യം അങ്ങനെയാണ്. അതേ പ്രഭാത സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മരണമുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. രണ്ടാമത് വന്നത് മരണത്തിലാണ്. ഇന്ന് അങ്ങനെയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. എന്തിനാണ് കൊല്ലപ്പെട്ടത്, എന്നെ എന്തിനു വേണ്ടി കൊന്നു എന്നുള്ള ചോദിക്കുന്ന ഒരു കാലം ഖിയാമത്ത് നാളായി വരും. ആ ഒരു മരണമാണ് അബ്ദുറഹീമിന് അല്ലാഹു കൊടുത്തത്. ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിൽ നമ്മളൊക്കെ ദ്വാരിക്കുക. അതോടുകൂടെ നമ്മളെ കൊണ്ട്, കാരണം പ്രായമുള്ള ബാപ്പയും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും നമ്മൾ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അത് നമ്മളെ കൊണ്ടുള്ള ഒരു ചെറിയ സഹായമെങ്കിലും ഉണ്ടാകട്ടെ എന്ന നിലക്കാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇവിടുത്തെ ഖബറിൽ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പണം കൊണ്ടോ ഈ സദഖ കൊണ്ട് മാത്രം മതിയാവില്ല. എന്നും ഇനി വരുന്ന നല്ല നല്ല ദിവസങ്ങൾ, മണിക്കൂറുകളൊക്കെ വാർത്തെടുത്ത് മുസ്ലിം സമുദായത്തിന്റെ വിജയത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ അഭിമാനത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയും നമ്മൾ എല്ലാ സമയത്തും ദുആ ചെയ്യണം. അല്ലാഹു തആല മുസ്ലിമീങ്ങളെല്ലാവരെയും അല്ലാഹു ഇസ്സത്തിലാക്കി തീർക്കുമാറാകട്ടെ.